ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തംബ്നെയിലും ടൈറ്റിലും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മുടെ പഴയ പ്ലേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്ലിപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ അക്ഷയ് AKZന്റെ ലൈവിൽ നിന്ന് കിട്ടിയ ക്ലിപ്പും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഒരു 4-5 വർഷം മുന്നേ അക്ഷയ് AKZനെ സിമ്പിൾ ആയിട്ട് കില്ലെടുത്തിട്ട് പോയ പ്ലേസിന്റെ ഒക്കെ ഐഡിയ ഒക്കെ നമ്മൾ ഈ ഒരു 2025 ഇൻസ്പെക്ട് ചെയ്ത് നോക്കുന്നതായിരിക്കും. ഇപ്പൊ ആ ഒരു പ്ലേസ് ഒക്കെ ആക്റ്റീവ് ആണോ, അല്ലെങ്കിൽ ഗെയിമും കാര്യങ്ങളൊക്കെ നിർത്തിപ്പോയോ, അല്ലെങ്കിൽ അക്കൗണ്ട് സെയിൽ ആക്കിയോ എന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നതായിരിക്കും. അത് മാത്രമല്ല, ഏതോ ഒരു പ്ലെയർ റാൻഡം ആയിട്ട് കളിച്ചപ്പം ആ ഒരു മാപ്പിൽ അക്ഷയ് AKZ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്ലെയറിനെ അക്ഷയ് AKZ സിമ്പിൾ ആയിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അക്ഷയ് AKZന്റെയും ഇപ്പോഴത്തെ അവസ്ഥ നോക്കുന്നതായിരിക്കും. അപ്പൊ ഗൈസ്, വീഡിയോ എന്തായാലും നിങ്ങൾ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇനി ഒട്ടും പറഞ്ഞ് ലാഗാക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് അങ്ങ് പോയേക്കാം. ഗൈസ്, അപ്പൊ ആദ്യത്തെ ക്ലിപ്പ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഇത് ഏകദേശം ഒരു 4-5 വർഷം മുന്നേ ഉള്ള ക്ലിപ്പും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. അപ്പൊ ഈ ഒരു മാച്ച് ആണെങ്കിൽ അക്ഷയും അതുപോലെ തന്നെ സുനീറ്റയും കൂടെ കളിച്ചൊരു മാച്ചാണ്. അപ്പൊ ഗൈസ്, ഇവിടെ നോക്കുവാണെങ്കിൽ ആ ഒരു വാച്ച് ടവറിൽ അക്ഷയ് ഒരു എനിമിയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അക്ഷയ്ക്കാണെങ്കിൽ നന്നായിട്ട് ഡാമേജും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടി എന്തായാലും അവരെ അടിക്കും എന്നുള്ള മട്ടിൽ നിൽക്കുവാണ്. എനിക്ക് തോന്നുന്നത് ആ ഒരു എനിമീസ് ഒരു സ്ക്വാഡ് ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്, ഇവർ അടിക്കുമോ എന്ന് എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. അപ്പൊ സുനീറ്റ റഷ് ചെയ്ത് പോകുന്നുണ്ട്, നന്നായിട്ട് ഡാമേജും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഗൈസ് രണ്ടുപേർക്കും ഗൈസ്. അപ്പൊ ഞാൻ നേരത്തെ സ്ക്വാഡ് മാച്ച് ആണെന്നാണ് പറഞ്ഞത്, ഇതെന്തായാലും ഒരു ഡുവോ മാച്ച് ആണ് ഗൈസ്. അപ്പൊ എനിമീസിലും 2 പേരുണ്ട് ഗൈസ്. എന്തായാലും ഇവിടെ നോക്കുവാണെങ്കിൽ സുനീറ്റ നോക്ക് ആയിട്ടുണ്ടായിരുന്നു, അക്ഷയ് റിവൈവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും രണ്ടുപേരും കട്ടയ്ക്ക് നിൽക്കുവാണ് ഗൈസ്, എന്തായാലും റഷ് എന്നുള്ള മൈൻഡിൽ നിൽക്കുവാണ്. അക്ഷയ് ആണെങ്കിൽ എനിമീസിന് നന്നായിട്ട് ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, സുനീറ്റ റഷ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. സുനീറ്റ ആണെങ്കിൽ നോക്ക് ആയിട്ടുണ്ട്, അക്ഷയ് ആണെങ്കിൽ പെട്ടെന്ന് ഗ്ലൂവാളിട്ട് റിവൈവ് ചെയ്യാനായിട്ട് നോക്കി, പക്ഷേ പറ്റിയില്ല ഗൈസ്. അപ്പൊ അക്ഷയെയും സുനീറ്റയും സിമ്പിൾ ആയിട്ട് കില്ലെടുത്ത ഈ ഒരു പ്ലെയറിന്റെ ഐഡിയ ആയിരിക്കും നമ്മൾ ആദ്യം തന്നെ നോക്കാനായിട്ട് പോകുന്നത് ഗൈസ്. അപ്പൊ ആ ഒരു പ്ലെയറിന്റെ ഐഡിയും കാര്യങ്ങളും നമ്മൾ ഇവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐഡി നോക്കുവാണെങ്കിൽ 2300-15-05-87 ആണ്. 11 ദിവസമായിട്ട് ഈ ഒരു പ്ലെയർ ഗെയിമിൽ ആക്റ്റീവ് അല്ല. ഈ ഒരു പ്ലെയറിന്റെ പേര് നോക്കുവാണെങ്കിൽ പ്രിൻസ് എന്നാണ്. ലൈക്ക് നോക്കുവാണെങ്കിൽ 5768 ലൈക്കും അതുപോലെ തന്നെ ലെവൽ നോക്കുവാണെങ്കിൽ 61 ലെവലും ഉണ്ട് ഗൈസ്. അപ്പൊ എനിക്ക് ഈ ഐഡിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് പുള്ളിക്കാരൻ ഗെയിമും കാര്യങ്ങളൊന്നും അധികം കളിക്കാറൊന്നും ഇല്ല ഗൈസ്. ബാഡ്ജസ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ റീസെന്റ് ആയിട്ടുള്ള ബാഡ്ജസും കാര്യങ്ങളൊക്കെ 111 ആണ്. പിന്നെ ഗൈസ്, ഈ ഒരു പ്ലെയർ ആണെങ്കിൽ അത്യാവശ്യം ഓൾഡ് ആയിട്ടുള്ള ഒരു 6 എലൈറ്റ് പാസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ ആക്റ്റീവായിട്ട് കളിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നല്ല അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഗൈസ്. ഇത് ബയോ നോക്കുവാണെങ്കിൽ ഈ ഒരു പ്ലെയറിന് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൈസ്, ഈ ഒരു പ്ലെയർ ഉള്ള ഷൂവും കാര്യങ്ങളൊക്കെ ഇവിടെ അടുക്കി പറക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. എന്തിനാണെന്ന് അറിയില്ല. സാധാരണ എല്ലാവരും റയർ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഇങ്ങനെ അടുക്കി പറക്കി വെക്കാറ്. ഈ ഒരു പ്ലെയർ മാത്രം ഷൂവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി പറക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. എന്തിനാണെന്ന് അറിയില്ല. ഷൂ ആയിരിക്കും പുള്ളിക്കാരന് ഏറ്റവും ഇഷ്ടം. എന്തായാലും നമുക്ക് ഒട്ടും സമയം കളയാനില്ല, നമുക്ക് എന്തായാലും അടുത്ത ഐഡിയയിലേക്ക് പോകാം ഗൈസ്. അപ്പൊ ഈ ഒരു ക്ലിപ്പ് നമ്മുടെ അക്ഷയ് AKZന്റെ തന്നെയാണ്. സുനീറ്റ ആണെങ്കിൽ അവിടെ നോക്ക് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അക്ഷയ് AKZ പോയി റിവൈവ് ചെയ്യാനായിട്ട് പോവാണ്. ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ഇവിടെ 2 പേരുണ്ടായിരുന്നു. അതിൽ ഒരു എനിമി അക്ഷയെ സിമ്പിൾ ആയിട്ട് അങ്ങ് കില്ലെടുത്തിരിക്കുകയാണ് ഗൈസ്. അപ്പൊ അക്ഷയെ കില്ലെടുത്ത ഈ ഒരു പ്ലെയറിന്റെ ഐഡിയ ആയിരിക്കും നമ്മൾ അടുത്തായിട്ട് നോക്കാനായിട്ട് പോകുന്നത് ഗൈസ്. അപ്പൊ ആ ഒരു പ്ലെയറിന്റെ ഐഡിയും കാര്യങ്ങളും നമ്മളിവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐഡി നോക്കുവാണെങ്കിൽ 120-92-20-89-6 ആണ് ഐഡി. അപ്പൊ ഗൈസ്, ഈ ഒരു പ്ലെയർ നന്നായിട്ട് ആക്റ്റീവായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. 10 മണിക്കൂർ ആയിട്ടുള്ള ആക്റ്റീവായിട്ട് ഗെയിമില്. നെയിം നോക്കുവാണെങ്കിൽ ഓബിറ്റോ എന്നാണ്. പിന്നെ ലൈക്ക് നോക്കുവാണെങ്കിൽ 38,176 ലൈക്ക് ഉണ്ട്. പിന്നെ ലെവല് നോക്കുവാണെങ്കിൽ 81 ലെവലുണ്ട് ഗൈസ്. പിന്നെ അത്യാവശ്യം 76 സ്റ്റാറും കാര്യങ്ങളൊക്കെ CS-ലായിട്ടുണ്ട്. അത്യാവശ്യം അടിപൊളിയായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. കോസ്റ്റ്യൂം നോക്കുവാണെങ്കിൽ പുഷ്പയുടെ ബണ്ടിലും അതുപോലെ തന്നെ പുതിയതായിട്ട് വന്ന M1887 കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഗൈസ്, ഈ ഒരു പ്ലെയറിന്റെ എന്തായാലും സെറ്റ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. CS ആണ് പുള്ളിക്കാരൻ കൂടുതലും കളിക്കുന്നത് ഗൈസ്. പിന്നെ ബാഡ്ജ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം ബുയാപാസും കാര്യങ്ങളൊക്കെ ഒരു 6-7 ബുയാപാസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ എലൈറ്റ് പാസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം കുറെ അധികം എലൈറ്റ് പാസും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിൽ തന്നെ ഉണ്ട്. അത്യാവശ്യം ഓൾഡ് ആയിട്ടുള്ള എലൈറ്റ് പാസും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. എന്തായാലും സെറ്റ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഈ ഒരു അക്കൗണ്ട്. ഓൾഡ് ആയിട്ടുള്ള അത്യാവശ്യം എല്ലാ പ്ലേയേഴ്സും ഗെയിമും കാര്യങ്ങളൊക്കെ നിർത്തിപ്പോയപ്പോഴും ഈ ഒരു പ്ലെയർ മാത്രം ഗെയിമും കാര്യങ്ങളൊക്കെ ഇപ്പോഴും കളിക്കുന്നുണ്ട്. അപ്പൊ ഗൈസ്, ആ ഒരു കാര്യത്തിൽ മാത്രം ഈ ഒരു പ്ലെയർ എന്തായാലും സെറ്റ് ആണ്. പിന്നെ ഗൈസ്, ഈ ഒരു പ്ലെയറിന്റെ പ്രൊഫൈൽ നോക്കുവാണെങ്കിൽ ഫ്ലാഗ് ഇമോട്ട്, ചെയർ ഇമോട്ട്, ലവ് ഇമോട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൊഫൈലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്.
പിന്നെ നമ്മുടെ ഇവോ ഗൺസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം 7 ഇവോ ഗൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഒന്നും മാക്സും കാര്യങ്ങളൊന്നും അല്ല, എന്തായാലും ഡയമണ്ട്സും കാര്യങ്ങളൊക്കെ അധികം പൊട്ടിക്കാത്തൊരു പ്ലെയറും കാര്യങ്ങളൊക്കെ ആണെന്ന് ഇതിലൂടെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തു പോകുന്ന ഒരു പ്ലെയറും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഈ ഒരു പ്ലെയർ. അപ്പോൾ എന്തായാലും ഇനി ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് അടുത്ത പ്ലെയറിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ അടുത്ത ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് പണ്ട് കളിച്ചിരുന്ന ഒരു പ്ലെയറിന് കിട്ടിയ ക്ലിപ്പും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ഇപ്പൊ ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്ഷയ് AKZ ആണ് ഗൈസ്. അക്ഷയ് AKZന്റെ 2019 ഗെയിം പ്ലേ ആണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. നമുക്ക് എന്തായാലും പുള്ളിക്കാരന്റെ ഐഡിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ അക്ഷയുടെ ഐഡിയും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അക്ഷയുടെ ഐഡിയും കാര്യങ്ങളൊക്കെ വരുന്നത്. പുള്ളിക്കാരന്റെ ഗെയിം നെയിമും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. അക്ഷയ് AKZ എന്നാണ് പുള്ളിക്കാരന്റെ നെയിമും കാര്യങ്ങളൊക്കെ വരുന്നത്. ഗിൽഡ് നോക്കുവാണെങ്കിൽ ടീം ലാവേലാണ് ഗൈസ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ ഗൈസ് ലൈക്ക് നോക്കുവാണെങ്കിൽ 162K ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്, എൻ്റെ മോനെ വിഷയം. പിന്നെ നമ്മുടെ ലെവൽ നോക്കുവാണെങ്കിൽ 84 ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. പണ്ട് തൊട്ടേ അക്ഷയെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പണ്ട് തൊട്ടേ അക്ഷയ് നല്ലതായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറും കൂടിയാണ്. AWMയിലൊക്കെ സ്വിച്ച് ചെയ്ത് അടിപൊളിയായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. അതുപോലെ തന്നെ പുള്ളിക്കാരന്റെ ലൈവും കാര്യങ്ങളൊക്കെ കാണുന്നവർക്ക് അറിയാം. ഡെയിലി പുള്ളിക്കാരൻ ലൈവും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. നല്ല എന്റർടൈനിങ് ആയിട്ടുള്ള ലൈവും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. അതുപോലെ തന്നെ പുള്ളിക്കാരൻ ഇപ്പം 1 മില്യൺ അടിച്ച് നിൽക്കുവാണ്. പിന്നെ ഗൈസ് ഐഡി നോക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 84 ലെവൽ ഉണ്ട് ഗൈസ്. അതുപോലെ തന്നെ BR റാങ്ക്ഡ് ആണ് പുള്ളിക്കാരൻ കൂടുതലും കളിക്കുന്നത്. അതാണ് ഇപ്പോൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 8285 പോയിന്റും കാര്യങ്ങളൊക്കെ BRലായിട്ടുണ്ട് ഗൈസ്. പിന്നെ ഗൈസ് ഈ ഒരു പ്രൊഫൈൽ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോഴേക്കും നമ്മുടെ OB49 അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ബാഡ്ജസ് ഒന്നും നമുക്ക് നന്നായിട്ട് നോക്കാനൊന്നും പറ്റില്ല. ഉള്ളിലോട്ട് ഇറങ്ങി ചെന്ന് അങ്ങോട്ട് നോക്കാൻ പറ്റില്ല ഗൈസ്, അതുകൊണ്ടാണ്. പിന്നെ ഗൈസ് ബുയാ പാസും കാര്യങ്ങളൊക്കെ എല്ലാം എടുത്തു വെച്ചിട്ടുള്ള ഒരു പ്ലെയറും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. എല്ലാ ബാഡ്ജസും കംപ്ലീറ്റ് ആണ്. പ്രൊഫൈലാണെങ്കിൽ ആദമിനെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും നൂബ് പ്രാങ്ക് വല്ലതും ചെയ്യാനായിരിക്കും പുള്ളിക്കാരൻ ആദമിനെ ഇട്ട് വെച്ചിരിക്കുന്നത്. ഈ ഒരു മച്ചാന്റെയിലാണെങ്കിൽ ഇല്ലാത്ത കളക്ഷൻ ഇല്ല, എല്ലാ ഇവന്റ്സും തൂത്തുവാരുന്ന ഒരു പ്ലെയറും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഈ ഒരു പ്ലെയർ. അപ്പൊ ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടിപൊളിയായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ് അക്ഷയ് AKZ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോക്ക് ഒരു ലൈക്കും കൂടെ കൊടുത്തേക്കുക. പിന്നെ ഗൈസ് ഈ ഒരു ടൈപ്പ് കണ്ടന്റ് തന്നെ ഞാൻ 3-4 വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് പോയി കണ്ടു നോക്കുക. പിന്നെ ഗൈസ് നമുക്കൊരു സെക്കൻഡ് ചാനലുണ്ട്. അത് ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ആ ഒരു ചാനൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ കമന്റിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നിങ്ങൾ ഇപ്പൊ തന്നെ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ഗൈസ്. അപ്പൊ ആ ഒരു ചാനലിൽ ഷോർട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇനി മുതൽ ആ ഒരു ചാനലിൽ ഷോർട്ട് വീഡിയോയുടെ നമ്മൾ റേഡിംഗ് കോഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പൊ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം ഗൈസ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതുപോലുള്ള കണ്ടന്റ് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ ഇടുന്ന കമന്റിനനുസരിച്ച് ഞാൻ കണ്ടന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്തായാലും മറക്കാതെ ഒന്ന് കമന്റും കൂടി ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ഗൈസ് വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ ഗൈസ്.